ഇറാനിലെ വാതക പാടങ്ങൾ ഇനി ആക്രമിക്കില്ലെന്ന് ഇസ്രയേൽ. യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സുരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. ശരിക്കും എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ അനുമതി ഇല്ലാതെയാണ് എണ്ണപ്പാടങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചതെന്ന് ഏതാണ്ട് വ്യക്തമായി. എന്നാൽ എണ്ണയിൽ ലക്ഷ്യം വയ്ക്കുന്ന ഒരു യുദ്ധം എണ്ണ നശിപ്പിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് വഴിമാറുകയായിരുന്നു. എന്തായാലും ഇസ്രയേൽ അതിന് പിൻവാങ്ങുന്നു. അതിലും അമേരിക്കയ്ക്ക് സന്തോഷം വരുന്നൊരു കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ നിലപാട് മാറ്റുന്നു എന്നുള്ളതാണ്. പറയൂ. ഗുഡ് മോർണിംഗ്, ഈദ് മുബാറക്. ഗുഡ് മോർണിംഗ് എസ്കെൻ, പെരുന്നാൾ ആശംസകൾ. ഈ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ നമുക്കറിയാം ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ ശക്തമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് മാധ്യമങ്ങളെ കണ്ടത്. അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചഴിച്ചു എന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ ഈ വിദേശ മാധ്യമ പ്രവർത്തകർക്ക് മാത്രമായിട്ട് നടത്തിയ ഒരു മാധ്യമ സമ്മേളനത്തിൽ അല്ലെങ്കിൽ പത്രക്കാരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിലായിരുന്നു അദ്ദേഹം ഇതൊക്കെ പറഞ്ഞത്. അമേരിക്കയ്ക്കെതിരെ ആണവ മിസൈലുകൾ പ്രയോഗിക്കുവാൻ ഇറാന് ശേഷിയുണ്ടായിരുന്നു. അത് മാത്രമല്ല, അത്തരം ഒരു നീക്കങ്ങൾ അതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപിന് വ്യക്തമായിട്ട് ധാരണയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അത് മാത്രമല്ല, ഇറാനുമായിട്ടുള്ള യുദ്ധം ആളുകൾ കരുതുന്നതിലും വേഗത്തിൽ ഒരുപക്ഷെ അവസാനിച്ചേക്കാം എന്ന ഒരു സൂചനയും നെതന്യാഹു ഈ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പങ്കുവച്ചിരുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇസ്രയേൽ ലക്ഷ്യം കണ്ടു എന്നാണ് നെതന്യാഹു അവകാശപ്പെടുന്നത്. അത് മാത്രമല്ല, ഇറാൻ ഇനി യുറേനിയം സമ്പുഷ്ടീകരിക്കാനോ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുവാനോ കഴിയില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെടുകയും ചെയ്തു. എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപ് നേരത്തെ നെതന്യാഹുവുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. വലിയ രീതിയിൽ ലോകമെമ്പാടും ഈ പ്രകൃതിവാതക മേഖലകൾ ആക്രമിക്കുന്നതിനെതിരെയുള്ള വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇറാന്റെ പ്രകൃതിവാതക കേന്ദ്രങ്ങൾക്ക് നേരെ ഒരു കാരണവശാലും ഒരു ആക്രമണം നടത്തരുതെന്ന് ട്രംപ് ഇസ്രായേലിനോടും നെതന്യാഹുവിനോടും ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം എസ് കെ അമേരിക്കയുടെ ഈ ഒരു F-35 വിമാനം ഇന്നലെ ഇറാൻ ആക്രമിച്ചു. ഏതാണ്ട് $10 കോടി മേൽ വില വരുന്നതാണ് ഈ F-35 വിമാനം. ഇത് ആദ്യമായിട്ടാണ് ഒരു അമേരിക്കൻ പോർ വിമാനം വീഴ്ത്തിയതായിട്ട് ഇറാൻ സൈന്യം അവകാശപ്പെടുന്നത്. ഈ ഇറാന്റെ വാതക പാടങ്ങൾ വീണ്ടും ആക്രമിച്ചാൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഗൾഫ് രാജ്യങ്ങളുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ റിഫൈനറീസും ഒക്കെയുള്ള ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ ഇതുവരെയുള്ള ഒരു ആക്രമണ ശേഷിയുടെ ഒരു ചെറിയൊരു അംശം മാത്രമേ അവർ പുറത്തെടുത്തിട്ടുള്ളൂ. അതായത് എന്തോ വലുത് ഇനി വരാനുണ്ട്, ഇനിയും ആക്രമിച്ചാൽ എന്നാണ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അരാഗ്ചി പറഞ്ഞത്. എസ്കൻ, അതേസമയം ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന് സന്തോഷം പകരുന്ന ഒരു ചെറിയ വാർത്തയാണ് യൂറോപ്പിൽ നിന്ന് വരുന്നത്. പഴയ നിലപാട് അവർ മാറ്റിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഈ കപ്പലുകളുടെ വളരെ സേഫ് ആയിട്ടുള്ള ഗതാഗതം ഉറപ്പാക്കുവാൻ സഹായിക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, അതുപോലെ നെതർലൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇവരോടൊപ്പം ജപ്പാനും കൂടിയിട്ടുണ്ട്. സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇവരുടെ അറിയിപ്പ് വന്നിരിക്കുന്നത്. അതേസമയം എസ്കേൻ, യുദ്ധത്തിന് നല്ല ചെലവ് വന്നുകൊണ്ടിരിക്കുകയാണ്. $20,000 കോടി കൂടുതൽ അനുവദിക്കണമെന്നാണ് പെന്റഗന്റെ ആവശ്യം. ഇത് സംബന്ധിച്ചുള്ള പേപ്പർ വർക്കുകൾ വൈറ്റ് ഹൗസിൽ വന്നിട്ടുണ്ട്. വൈകാതെ ഇത് US കോൺഗ്രസിൽ എത്തുവാനുള്ള സാധ്യതയുണ്ട്. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.